ഏത് മൂട് മരണമൂട്, ഏത് മൂട് മരണമൂട്, ഏത് മൂട് മരണമൂട്. ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷത്തിന്റെയും മർമാദത്തിന്റെയും അവസാനിക്കാത്ത മൂടുത്സവം, മറ്റൊരു ഭാഗത്ത് മരണത്തോടു കൂടി എല്ലാ മൂടും അവസാനിച്ച ഒരു സാധുവായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പര്യവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യരായി നമുക്ക് പഠിക്കാനുണ്ട്. ഞാനിപ്പം വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. എൻ്റെ നാടിൻ്റെ സമീപത്ത് ആറാട്ടുപുഴയിൽ 24 വയസ്സുള്ള മിഥിലാജ് എന്ന പൊന്നുമോൻ 2-3 ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ അവന് ഒരു ചീപ്പ് ഓർഡർ ചെയ്തിരുന്നു. ഇന്ന് ആ ചീപ്പ് ഡെലിവറി ബോയ് ഡെലിവറി ചെയ്തു. പക്ഷേ അത് വാങ്ങിയത് മിഥിലാജ് അല്ല, മിഥിലാജിന്റെ ഉപ്പയാണ് അത് സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ മിഥിലാജ് പൊന്നുമോൻ മരണപ്പെട്ടു പോയി. എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള നിഷ്കളങ്കനായ ഒരു പാവപ്പെട്ട പൊന്നുമോൻ. ഏത് തിരക്കിനിടയിലും ആരെങ്കിലും ഒരു ആവശ്യം വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ വരേക്കാന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്ന, ഇന്നലെ അവന്റെ മരണത്തിന് ആ ജനാസക്ക് സാക്ഷിയായ മനുഷ്യർ കരയാത്തൊരു മനുഷ്യൻ പോലും ഇല്ല. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് കണ്ണൻ എന്ന. കണ്ണൻ ബോധരഹിതനായി വീണു. ഇതെല്ലാം മുന്നിൽ നിന്ന് കണ്ട ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അർമാദിച്ചോളൂ, ആസ്വദിച്ചോളൂ. ഞങ്ങൾക്ക് ഈ മൂഡ്, ഏത് മൂഡ്, ആ മൂഡ്, ഏത് മൂഡ്, ഇതൊന്നും ഡാൻസ് ചെയ്യാനും ഈ തുള്ളാനൊന്നും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, കാര്യമില്ലാത്തത് കൊണ്ടാണ്. മനുഷ്യർക്ക് ഈ ബുദ്ധി തന്നിരിക്കുന്നത്, മറ്റ് ഇതര ജീവികളിൽ നിന്ന് മനുഷ്യർക്ക് ഈ വകതിരിവും ബുദ്ധിയൊക്കെ തന്നിരിക്കുന്നത് ഈ മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യബോധത്തിലേക്ക് അവൻ നീങ്ങണമെന്നും അത് സഫലീകരിക്കണമെന്നും മനുഷ്യൻ സ്വയം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഏലപ്പാറ ഇതുപോലുള്ള നമ്മൾ വനവീഥികളിലൂടെ സഞ്ചരിക്കുമ്പം അവിടെ ഇത് പുലിയുള്ള സ്ഥലമാണ്, ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് എവിടെങ്കിലും ഇവിടെ മനുഷ്യരുണ്ട്, അതുകൊണ്ട് പുലികൾ ശ്രദ്ധിക്കാൻ വേണ്ടി, ആന ശ്രദ്ധിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു എഴുത്തുണ്ടോ, ഇൻഫർമേഷൻ ഇല്ല. കാരണം എന്തുകൊണ്ടാ? മനുഷ്യരും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മനുഷ്യർക്കാണ് ഈ വിവേക ബുദ്ധിയും തിരിച്ചറിവ് ഇതെല്ലാം തന്നിട്ടുള്ള മനുഷ്യർക്കാണ്. ആ മനുഷ്യൻ എന്ത് മനസ്സിലാക്കണം? ഇന്നത്തെ പുലരിയെ കണ്ടോരെ നിങ്ങൾ നാളെ ഉദയത്തെ കാണുമോ? ഇന്നലെ കണ്ടവർ പലരും ഇന്ന് 6 അടി മണ്ണിലാണറിയാമോ? 6 അടി മണ്ണിലാണറിയാമോ? ഘടികാര സൂചി ചലിക്കുന്നതെങ്ങോട്ട്, അടിയോരോ പാദം നാം വെക്കുന്നതെങ്ങോട്ട്? മൗത്തിലെ കല്ലേ ഖബർ കൊള്ളയല്ലേ, മൗത്തിലെ കല്ലേ ഖബർ കൊള്ളയല്ലേ. മനുഷ്യർക്ക് ഈ ചിന്തയുള്ളതുകൊണ്ടായി ഈ ആറാടാത്തത്, ഈ ബഹളം വെക്കാത്തത് കൊണ്ടാണ്. നമ്മളെല്ലാവരും ചെന്ന് അവസാനിക്കേണ്ട ഒരു ഇടമുണ്ട്. ആ ഇടത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പോകേണ്ടി വരും എന്നുള്ള ബോധത്തിലാണ് ഈ ഉള്ള സമയം. മനുഷ്യരെ വെച്ചിടത്തോളം എപ്പോഴും നിസ്കരിക്കുക. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഒരു സന്തോഷവും വേണ്ട, ഒരു ആഘോഷവും വേണ്ട, എപ്പോഴും നിസ്കരിക്കാൻ നമ്മൾ ഇതൊന്നുമല്ല പറയുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ള ആരാധന എന്ന് പറഞ്ഞാൽ, സൽക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു ചിരി പോലും ആരാധനയാണ്. നമ്മൾ ചെയ്യുന്ന ഏത് സേവനവും മഹത്തായ ആരാധനയാണ്. മറ്റുള്ളവന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക വളരെ മഹത്തരമായ ആരാധനയാണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചുള്ളത്. ഇത് സ്വയം മനസ്സിലാക്കുക. നമ്മൾ ഈ ആറാട്ടവും ഇതൊക്കെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഇത് ഇന്നലെ ഒരു ന്യൂസിൽ കണ്ട ഒരു പെൺകുട്ടിയുടെ വാർത്ത. ആൺ സുഹൃത്തിന്റെ വീട്ടിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ പറയുന്നത് 6ാം നൂറ്റാണ്ട് 7ാം നൂറ്റാണ്ടുകാർ, പഴഞ്ചന്മാർ, അപരിഷ്കൃതർ. ഈ ഒരു മാസം മുമ്പ് തന്നെ ഒരു പെൺകുട്ടി മൂന്നാറിലേക്ക് കൂട്ടുകാരുമായിട്ട് ടൂറിന് പോയി. വീട്ടുകാരാണ് അയച്ചത്. തിരിച്ചു വന്നപ്പോൾ എല്ലാ കൂട്ടുകാരും വന്നു, പെൺകുട്ടിയുടെ മൃതദേഹം മാത്രം വന്നു. ഇപ്പോഴും അതിന്റെ ദുരൂഹത തീർന്നിട്ടില്ല. അന്വേഷണം. മനുഷ്യന്റെ ജീവിതത്തിനും അച്ചടക്കവും സംസ്കാരവും ഒക്കെ വേണമെന്നേ. അങ്ങനെ ആയാൽ മരണം ഏത് സമയത്തും ആർക്കും സംഭവിക്കാം. പക്ഷെ മരിച്ച് നമ്മൾ ഇവിടെ പറയും, ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുക എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. നല്ല മനുഷ്യനായിരുന്നു, നല്ല പെരുമാറ്റമായിരുന്നു, നല്ലവണ്ണം ജീവിച്ച ആളായിരുന്നു. ഈ നല്ലവണ്ണം ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെ ഈ ഉണ്ടാക്കി വിട്ടിട്ടുള്ളത്. അല്ല ഈ അറുമാടിക്കാനും ആറാടാനും തുണിയൊക്കെ കാണിക്കാനും ഒന്നും അല്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് തന്നെ കാണിച്ച് നിങ്ങളെ എന്തൊക്കെ മോശത്തരം പറഞ്ഞാലും ചിന്തിക്കുന്ന, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്ന, മനസ്സിലാക്കുന്ന, ചിന്തിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ടാകും. അവരേ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ, അവർ മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന്റെ അടയാളം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഉലായിക കലാൻ എന്ന് പറഞ്ഞ പോലെ
മൃഗങ്ങളെ പോലെ ജീവിച്ചു. മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ വ്യത്യാസം എന്താണ്? അതിലില്ലാത്ത ഒന്ന് വിവേകബുദ്ധിയാണ് നമുക്കുള്ളത്. മൃഗങ്ങളിൽ അതില്ലാത്തത് കൊണ്ട് അതിങ്ങനെ ഇപ്പം ഉളുഹിയത്തിന് ആയിരക്കണക്കിന് മൃഗങ്ങളെ അറക്കുന്നില്ലേ? നമ്മൾ പിറ്റേ കൊല്ലം ഉളുഹിയത്താകുമ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന മൃഗത്തെ നമ്മൾ ഓർക്കാറുണ്ടോ? ഇല്ല, അത് മൃഗം മാത്രമാണ്. പക്ഷെ മനുഷ്യരെ നമ്മൾ മധുരസ്മരണയിൽ ഓർക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അവർ ജീവിക്കുമ്പോൾ ജീവിച്ച ജീവിതം അടയാളപ്പെടുത്തലുകളാണ്. ഇന്നലെ മിദ്ലാജ് മരണപ്പെട്ട് ആ മിദ്ലാജിന്റെ മയ്യത്തിന്റെ സമീപത്ത് ഞാൻ ഈ സമീപകാലത്ത് ഇങ്ങനെ ഉള്ളുലച്ചൊരു മയ്യത്ത്, 14 വയസ്സേ ഉള്ളൂ, എന്തെല്ലാം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും, ഒരു മോൻ മാത്രമേ ഉള്ളൂ. സ്ത്രീകളൊക്കെ ബോധരഹിതരായി വീണു, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ട ആ ചെറുപ്പക്കാരൻ വീട്ടുകാർ കാത്തിരിക്കുകയല്ലേ, കുടുംബം കാത്തിരിക്കുകയല്ലേ? ആ സ്വാതന്ത്ര്യത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ നിൽക്കുമ്പോഴും എല്ലാം അവസാനിച്ച് മരണത്തിന് മുമ്പിൽ കീഴടങ്ങും. നമുക്ക് ചെയ്യാനുള്ളത് ഒരു പിടി നന്മകൾ ചെയ്ത് ലോകത്തോട് വിട പറയുക. അപ്പോഴോ നമ്മളിവിടെ ജീവിച്ചു എന്ന ഓർമ്മക്ക് എന്തെങ്കിലുമൊക്കെ നന്മയുടെ അടയാളപ്പെടുത്തലുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മേൽപോട്ടുയരും വീർപ്പുകൾ താഴോ തെത്തുമെന്നാരറിയും, മേൽക്കുമേലാൽ വാരി കൂട്ടിയിട്ടെന്തൊരു ഫലമറിയും. മായാ ദുനിയാവിന്റെ മതിപ്പിൽ മാനസമിന്നറിയും, മണ്ണിൽ നിഴൽ പോൽ ഒപ്പം മരണം ഉണ്ടെന്നും അറിയും. അപ്പൊ തുള്ളണ്ടവരൊക്കെ തുള്ളിക്കോളി, ചിന്തിക്കേണ്ടവരൊക്കെ ചിന്തിച്ചു തുടങ്ങിക്കോളി.